എല്ലാവർക്കും ഷിയോസ് ഫാമിലി വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് കാവലിക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി നേരം വൈകി. അപ്പൊ ഞങ്ങള് അവിടെ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു. ഓക്കെ. അപ്പൊ ഇതാണ്ടോ ഞങ്ങള് കാവിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളാണ് കേട്ടോ ലാസ്റ്റ്. ഇതേണ്ടോ ഞങ്ങളാണ് ലാസ്റ്റ്. എല്ലാ വീട്ടിലും എല്ലാവരും പോയി കഴിഞ്ഞു കണ്ടോ. എല്ലാവരും പൂട്ടിയിരിക്കുന്നതാ. അപ്പം എത്തി. ഞങ്ങൾ കാവിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കി കാണാം. പൈസ എടുത്തില്ലല്ലേ? ഇനിയിപ്പം വേണ്ട. എവിടെ സുജമേമ്മയുടെ? അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഫസ്റ്റ് പരിപാടിയായിരുന്നേ. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമക്കളുടെ ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞുമക്കളുടെ മാത്രമല്ല, അവിടെ വലിയവരുടെ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശ്രീലേഖ വിജയൻ, സൂര്യ സുധീഷ്, ദീപ ആനന്ദൻ, ഷീബ ആനന്ദൻ, സത്യഭാമ സുകുമാരൻ, ജയലക്ഷ്മി രാധാകൃഷ്ണൻ, സൗമ്യ ഗോപാലൻ, ലത സുന്ദരൻ, അരുണ പ്രസന്നൻ, വിജി രാമചന്ദ്രൻ, സിന്ധു ഉദയൻ, രേഷ്മ അനിൽകുമാർ, സവിത വാസുദേവൻ. തിരുവാതിര കളി. ഞങ്ങൾ നേരം വൈകിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരത്തായിരുന്നു കേട്ടോ നിന്നിരുന്നു. ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് പുറകിലായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തു. പക്ഷെ ദൂരത്ത് നിൽക്കുമ്പം അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ലൈവായിട്ട് കാണുമ്പം നേരെ കാണാമായിരുന്നു. പക്ഷെ ഫോണിൽ കൂടെ ആകുമ്പോൾ മാത്രം അങ്ങോട്ട് നേരെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അങ്ങോട്ട് എടുത്തു. എനിക്കൊരു ആഗ്രഹമായിരുന്നു അത്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല. അത് കാരണം ഞാൻ സൗണ്ട് അത്ര അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല. ഇനിയിപ്പം വീഡിയോ പബ്ലിക്കാക്കി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഡാൻസ് കാണാൻ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി നിന്നൊക്കെ ഡാൻസ് കളിക്കുമ്പം ഒരു സന്തോഷമല്ലേ നമുക്ക്. എപ്പോഴും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പം ഇതുപോലുള്ള പ്രോഗ്രാമൊക്കെ വരുമ്പോഴേ ഒക്കെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക, മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാര്യമാണ്. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
അപ്പം അങ്ങനെ എന്താ പറയുക തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നമ്മുടെ ഈ മോനുണ്ടല്ലോ വോയിസ് ഓഫ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, അവരുടെ മോനാണ് കേട്ടോ അനിപ്രമോദ്. കുഞ്ഞു മോനാണ്. നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ. അവൻ്റെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു കേൾക്കാൻ. പാർവതി രമണ സുന്ദര ധര പിനാഗ ധര സുന്ദര ധര പിനാഗ ഗംഗാധര ഗജാചർമാവര ധര ഗംഗാധര ഗജാചർമാവര. ഇതൊരു സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു കേട്ടോ, ഹനിയും ലച്ചുവൊക്കെ ഉള്ള ഒരു ഡാൻസ്. അപ്പം കുഞ്ഞിൻ്റെ ക്ലാസ്സിലാട്ടോ അവർ രണ്ടുപേരും പഠിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസ് കാണാൻ. ഞങ്ങൾ പിന്നെ പ്രോഗ്രാം മുഴുവൻ കാണാനൊന്നും നിന്നില്ല. കുറച്ച് അവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഒത്തിരി നേരം വൈകിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു പോവുക ചെയ്ത്. കണ്ടോ, ഞങ്ങൾ ഏറ്റവും പുറകിലായിരുന്നേ. അവിടെ ഫുള്ള് ഫ്രണ്ടിലൊക്കെ സീറ്റ് ഫുള്ളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് എന്നെയും കൂടെ ഒക്കെ കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞാനപ്പോൾ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് എടുത്തതാണ്. കണ്ടോ, സ്വത്ത് കുഞ്ഞു ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കുഞ്ഞു എൻ്റെ ഫ്രണ്ടിലായിരുന്നേ, പിന്നെ സ്വത്ത് അവിടെ പുറകിൽ നിൽപ്പുണ്ട് കണ്ടോ. അങ്ങനെ അവിടെയും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ചെന്നാണെങ്കിൽ സീറ്റൊക്കെ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ മോൻ്റെ ഒരു ഡാൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും ഇതാ നമ്മുടെ സൗമ്യയും പിഞ്ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഡാൻസാണത്. വീണ്ടും മറ്റേ നമ്മുടെ സന്നിധാനൻ്റെ പാട്ടുണ്ടല്ലോ, സന്നിധാനന്ദൻ്റെ പാട്ടുണ്ടല്ലോ, കൊയ്തെടുത്തു ശ്രീരാമൻ, ആ പാട്ട് വെച്ചിട്ടുള്ള ഒരു കൈകൊട്ടിക്കളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അവർ ഭയങ്കര റിസ്ക് എടുത്തിട്ട് എന്തായാലും നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു അവർ. കുറേ ദിവസങ്ങളായിട്ടുള്ള പ്രാക്ടീസാട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനെന്താ ഇത്രയും ലെങ്ത്തിൽ ഡാൻസ് കാണിക്കുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണാമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയാലും ഇതിലിങ്ങനെ യൂട്യൂബിലിടുമ്പം നമുക്കത് കാണാം. കുറച്ച് ദിവസം കഴിഞ്ഞാലും എപ്പോഴെങ്കിലും കാണണം തോന്നുമ്പോൾ നമുക്കെടുത്ത് കാണാമല്ലോ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചും ഇങ്ങനെ ലെങ്ത്തിൽ കാണിക്കുന്നത്. നല്ലൊരു പാട്ടായിരുന്നേ. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷേ നല്ല രണ്ടും കൂടി ആണെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെയാണെങ്കിൽ നമുക്കത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഈ മോളുടെ ഡാൻസും കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നേ. കുറേ ആൾക്കാർ പാട്ടൊക്കെ നാടൻ പാട്ടൊക്കെ പാടിയായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നില്ല. പിന്നെ കാവിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭക്ഷണവും ഒക്കെ അവിടെ നിന്നായിരുന്നു. രാത്രിയൊക്കെ 2-3 ദിവസമായിട്ട് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെളിച്ചൊക്കെ ഉണ്ടോ? അതിൽ 10 രൂപ വെച്ചതും 7 രൂപ കിട്ടും, അങ്ങനത്തെ സംഭവം ഉണ്ട്. 10 രൂപ വെച്ച് 7 രൂപ കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് പരിപാടി. അപ്പം ഞങ്ങൾ തിരിച്ചു വരികയാണ്. മുഴുവനായിട്ടൊന്നുമില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അല്ല കുഞ്ഞാ എന്തെങ്ങനെയാണ് കുഞ്ഞു നമ്മളൊന്നും പേടിയില്ല, അതെ. അപ്പൊ ശരി, എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.